അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും ഡാസ്റ്റർ ഗെയിമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് സാമ്പിൾ റോൾ പ്ലേ കളിക്കാമെന്നാണ്. അത് നമുക്ക് എങ്ങനെ പി സിയിൽ കളിക്കാമെന്നാണ്. അപ്പോൾ കുറേ പേർക്കും ഇപ്പോഴും അറിഞ്ഞുകൂടാ ഈ എന്താണ് സാമ്പ്, എങ്ങനെയാണ് ഇത് കളിക്കേണ്ടതെന്നൊക്കെ. സാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാൻ ആൻഡ്രീസിൻ്റെ മൾട്ടിപ്ലെയർ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ കളിക്കാമെന്ന് നമുക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അപ്പോൾ വേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇത് കളിക്കാൻ. ഡിസ്കോഡ് നമുക്ക് മസ്റ്റാണ് ഇത് കളിക്കാൻ. പിന്നെ കൂടാണ്ട് നമുക്കൊരു സർവറും വേണം ഇത് കളിക്കാനായിട്ട്. അപ്പോൾ വീഡിയോയ്ക്ക് വേണമെങ്കിൽ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മച്ചന്മാരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഞങ്ങളുടെ കൂട്ടരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിന്നിവിടെ കളിക്കാൻ പോകുന്ന സർവറാണ് എക്സ് ലെഗസി എന്ന് പറഞ്ഞൊരു സർവറാണ് ഞാൻ ഇന്നിവിടെ കളിക്കാൻ പോകുന്നത്. അപ്പോൾ എടുത്തിരിക്കുന്ന സർവർ ഇതാണ്. ഞാനിപ്പോൾ എൻ്റെ XLRP ആണ്. ഇതൊരു സാം സർവറാണ്, പുതിയ സർവറാണ്. അപ്പോൾ ആദ്യമായിട്ട് കയറുന്ന എല്ലാവർക്കും ഫസ്റ്റ് അപ്പോൾ ഇങ്ങനെയായിരിക്കും കാണുന്നത്. ഇത് ഇപ്പോൾ ഇത്ര ആയിരിക്കും കാണത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അപ്പോൾ ഈ വൈലിസ്റ്റ് അപ്ലൈ എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് ഇവിടെ ഞെക്കണം. അപ്പോൾ നമുക്ക് വൈലിസ്റ്റ് ആപ്ലിക്കേഷൻ വരും. ഇതിനകത്ത് നമ്മൾ ഞെക്കി കഴിയുമ്പോൾ നമുക്കിതിങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ജംപ് ടു ആപ്ലിക്കേഷൻ കൊടുക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് വേറൊരു ബോട്ട് നമുക്ക് വരും. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് സ്റ്റാർട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഫസ്റ്റ് അപ്പോൾ നമുക്കിങ്ങനെ ഒരു ചോദ്യങ്ങൾ ചോദിക്കും. നമ്മുടെ IG നെയിം എന്താണെന്ന് അവർ ചോദിക്കും. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് എനിക്ക് ഓൾറെഡി സർവറിൽ വൈലിസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ചുമ്മാ 2 നെയിം കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ RP നെയിം കൊടുക്കുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. പിന്നെ ഈ ഫസ്റ്റ് നെയിം കഴിഞ്ഞ ഒരു അണ്ടർസ്കോറും വേണം. അതുകൊണ്ട് സെക്കൻഡ് നെയിമിന് ഒരു ക്യാപിറ്റൽ ലെറ്റർ വന്നിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടൊരു RP നെയിമിൻ്റെ ഇത് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അപ്പോൾ ചുമ്മാ കൊടുക്കണം. നറൂട്ടോ കേക്ക് എന്നാണ് ഞാൻ അവിടെ പേരെടുത്തേക്കണത്. നമ്മൾ ജസ്റ്റ് ഒന്ന് കൊടുത്തു കഴിയുമ്പോൾ അടുത്ത ചോദ്യം ചോദിക്കും, വാട്ട്സ് യുവർ OC നെയിം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ചുമ്മാ ഒരു പേരും കൊടുക്കുവാണ്. അപ്പോൾ ഞാൻ എൻ്റെ സെക്കൻഡ് നെയിം കൊടുത്തു. എക്സ്പ്ലെയിൻ ന്യൂ ലൈഫ് റോൾ എന്താണ്. അപ്പോൾ പിന്നെ ഇവരിങ്ങനെ അവിടെ ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. എന്താണ് ന്യൂ ലൈഫ് റോൾ, എന്താണ് ന്യൂ ലൈഫ് റോൾ എന്താണെന്ന് അവർ ചോദിക്കും. കുറച്ച് നമ്മുടെ ഇങ്ങനെ കുറച്ച് റൂൾസൊക്കെ വരും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ടൈപ്പാക്കി വിടുക, എന്താണ് ന്യൂ ലൈഫ് റോള്, എന്താണ് നമ്മളിങ്ങനെ ടൈപ്പാക്കി ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കും. അപ്പോൾ ഞാനിപ്പോൾ അവിടെ എന്തായാലും പോകുന്നില്ല. ഞാൻ ഫസ്റ്റ് ഇപ്പോൾ ഡോട്ട് ഇട്ട് കൊടുക്കുവാണ് എല്ലാത്തിനും ചോദിക്കുന്നതിന്. അപ്പോൾ നമ്മൾ ഇതിന് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇത് വരും. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ അഡ്മിൻസ് അക്സെപ്റ്റ് ചെയ്യും കുറച്ച് നേരം കഴിയുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ അഡ്മിൻസിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ പേര് കൊടുത്തേക്കുവാണ്. ജസ്റ്റ് ഞാൻ ഈ സർവറിൻ്റെ ഒരു ഇതാണ്, മാനേജ്മെൻറ്റ് ടീമിലുള്ളതുകൊണ്ട് ഞാൻ ബെസ്റ്റ് വീഡിയോയ്ക്ക് ഉണ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്യാന്നവർക്ക് കൊടുത്തിട്ടുണ്ട്, അവർക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി അഡ്മിൻസ് നമ്മുടെ ഇത് അക്സെപ്റ്റ് ചെയ്യും, നമ്മുടെ വൈറ്റ് ലിസ്റ്റ് ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വരും പിന്നെ നമുക്ക് ഇവിടെ സർവറിൻ്റെ IP കാണിക്കും ഇവിടെ. അപ്പോൾ ഇവിടെ ഇതാണ് സർവറിൻ്റെ IP ഇതാണ്. പിന്നെ നമ്മൾ സർവറിൽ IP ഇട്ടിട്ട് നെയിം ഇവിടെ വന്നിട്ടാണ് രജിസ്റ്റർ ആക്കണം. അങ്ങോട്ടേക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ അടുത്തത് ഇനി പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് PCക്കകത്ത് സാമ്പ് കളിക്കാമെന്നാണ്. മീൻസ് സാമ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ നമുക്ക് വോയിസ് ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാം, ഗെയിം ഫയൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെ അത് ഇടാം, അതൊക്കെയാണ് ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങൾക്ക് ഇനി ഇവിടെ. അപ്പോൾ ബാക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം, ഹൗ ടു ഇൻസ്റ്റാൾ സാമ്പ് ഇൻ PC. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഈ നമുക്ക് സാമ്പ് കളിക്കാൻ വേണ്ടിയിട്ടും സാമ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളാണ് ഇതെല്ലാം. നമുക്ക് വോയിസ് ഫയൽ വേണം, പിന്നെ ഒരു ഗെയിം ഫയൽ വേണം, പിന്നെ നമുക്ക് DirectX വേണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അപ്പോൾ ഇത് മൂന്നും ഡൗൺലോഡ് ആക്കി വയ്ക്കുക. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഗെയിം ഫയൽ ഡൗൺലോഡ് ആക്കാൻ വയ്ക്കുകയാണ്. നമുക്കിവിടെ വരും ഇതൊരു 260.87 MB ഉണ്ട്. നിങ്ങൾക്ക് വേറെ ഏത് ഫയലും സെലക്ട് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഗെയിം ഫയൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കളിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫയൽ നിങ്ങൾക്ക് ഇവിടെ തരുന്നു. ഇത് നമ്മളിവിടെ കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഇതിവിടെ ഡൗൺലോഡിങ് തുടങ്ങിയിട്ടുണ്ടാവും. നമ്മളതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ കൊടുക്കും. അവിടെ വോയിസ് ചാറ്റ് നമ്മളതുപോലെ തന്നെ ഒരു 3.51 കാണത്തുള്ളൂ, നമ്മളതും കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് നമുക്ക് തേർഡായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് DirectX നമ്മൾ ഇതുപോലെ തന്നെ ചെല്ലുക, ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ആയി വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ആക്കാം. നമ്മൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ഡൗൺലോഡ് ആക്കിയ 3 ഫയൽസ് നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അപ്പോൾ DirectX ഒന്ന് ഇതാക്കി എടുക്കുക, ഡബിൾ ക്ലിക്ക് വെക്കുക. നമുക്കിങ്ങനെ ഇത് വരും, ഡു യു വാണ്ട് ടു അലോ ദിസ് ആപ്പ് ടു മേക്ക് ചേഞ്ചസ് എന്ന് വരും. യെസ് കൊടുത്ത് വിടുക.
വരുമ്പോൾ നമ്മൾ ഫസ്റ്റത്തെ നമ്മൾ ഐ അക്സെപ്റ്റഡ് എഗ്രിമെൻ്റ് എന്ന് കൊടുക്കുക. ഇത് നമ്മൾ ടിക്ക് മാറ്റിയിട്ട് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇൻസ്റ്റാളിങ് തുടങ്ങും. ഇതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ വരും. അത് ഓക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫിനിഷ് കൊടുത്ത് വിടുക. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ഗെയിം ഫയൽ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ഒക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക. ഫയൽ നേരം മൊത്തത്തിലൊന്ന് എക്സ്ട്രാക്ട് ആയിട്ട് വരും. നമ്മളത് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ആക്കുക. അപ്പോൾ നമ്മൾ ഈ ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ ജസ്റ്റ് നമ്മുടെ വോയിസ് ഫയലൊന്ന് നമ്മുടെ ഫയലിലേക്ക് ഇടണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വോയിസ് ചാറ്റിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് വെക്കുക. നമ്മൾ സാധാരണ എസ് കൊടുത്ത് വിടുക. നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ നമ്മുടെ ഗെയിം ഫയൽ എവിടെയാണ് കിടക്കേണ്ടത് അങ്ങോട്ടേക്കാണ് നമ്മൾ ഈ സാധനം ഇടേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ദിസ് പി സിയിൽ എൻ്റെ കിടക്കുന്നത് ഇപ്പോൾ ഡി ഡിസ്കിൽ ലോഞ്ചേഴ്സ്. അപ്പോൾ എൻ്റെ കിടക്കുന്ന ഇവിടെയാണ്. ഞാൻ ഫൗദിൻ്റെ ഗെയിം ഫയൽ സെലക്ട് ചെയ്തു. ഓക്കെ കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തു. ഇൻസ്റ്റാൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോർമലി അത് ഇൻസ്റ്റാളായി വരും. ഫയലിലേക്ക് ആഡ് ആയിട്ടുണ്ട്. ഫിനിഷ് കൊടുക്കുക നമ്മൾ. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഈ എക്സ്ട്രാക്റ്റ് ആയി വന്ന ഗെയിം ഫയൽ നമ്മൾ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് വെക്കുക. നമുക്ക് അന്നേരം കുറച്ച് താഴോട്ടേക്ക് നമുക്ക് സാമ്പ് എന്ന് പറഞ്ഞൊരു സാധനം വരും. നമ്മൾ ആ ഫയലിൽ നമ്മൾ ഞെക്കി വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഫയലിൻ്റെ ഉള്ളിൽ നമുക്ക് സാമ്പ് എന്ന് കാണാൻ പറ്റും. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് വെക്കുക. ഡബിൾ ക്ലിക്ക് ഒക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതിനായിരിക്കും വരും. നമുക്ക് അന്നേരം ഇവിടെ നമ്മുടെ എൻ്റെ പേര് കൊടുത്തേക്കുന്നുണ്ടോ, ഈ പേരിൻ്റെ ഇവിടെ നമുക്ക് ഇതൊന്നും വന്നിട്ടുണ്ടാവില്ല. മീൻസ് നമുക്ക് ഇവിടെ നമ്മുടെ പേരിൻ്റെ ഇവിടെ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മുടെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫയൽ നമുക്ക് സെലക്ട് ആക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഗെയിമിൻ്റെ ഉള്ളിലേക്ക് കളിക്കാൻ വേണ്ടി നമുക്കൊരു ഗ്രാഫിക്സ് ഫയൽ വേണം. അതാണ് ഫുവാദ് എന്ന് പറഞ്ഞ ഫയൽ, നമ്മൾ ഗെയിം ഫയലിൻ്റെ കാര്യം പറഞ്ഞത്. നമ്മൾ പിന്നെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് വെക്കുക. അപ്പോൾ നമ്മളൊന്ന് ഇതിനകത്ത് തോന്നുന്നു ഇപ്പോൾ അവിടെയാണ് നമ്മുടെ ഫയൽ കിടക്കുന്നത്. നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ഗെയിം ഫയലിൻ്റെ ഇതിനകത്താണ് ഫുവാദ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കുക. സേവ് കൊടുക്കുക. പിന്നെ അതിന് ശേഷമാണ് നമുക്ക് ഇങ്ങോട്ട് വരേണ്ടത്. നമ്മുടെ എക്സ്ലോജിസ് ആർപിയുടെ മെയിൻ സെർവറിലേക്ക് വന്നിട്ട് സെർവർ ഐ പി പോവാം. നമ്മൾ സെർവർ ഐ പി പോകുമ്പോൾ കണ്ടോ ഐ പി ഉണ്ടോ, ഈ ഐ പി നമ്മൾ കോപ്പി ചെയ്യണം. കോപ്പി ചെയ്തിട്ട് നമ്മൾ ഈ ഐ പി നമ്മൾ നേരെ കൊണ്ടുവന്ന് സാമ്പിൾ ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഈ ടിക്ക് മാർക്കിന് ഇവിടെ കൊണ്ട് നമ്മുടെ ഐ പി പേസ്റ്റ് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ എനിക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ടാണത്. നമ്മുടെ സെർവർ ഇതാണ്, എക്സ്ലോജിസ് റോൾ പ്ലേ എന്ന് പറഞ്ഞതാണ് നമ്മുടെ സെർവർ. നമ്മൾ പുതിയ സെർവറാണ്, അപ്പായി വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സെർവറിലേക്ക് ജസ്റ്റ് നമ്മുടെ പേരും കൊടുത്തിട്ട് നമ്മൾ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കും, ജസ്റ്റ് രജിസ്റ്റർ ആക്കാൻ വേണ്ടി. നോർമലി നമുക്ക് പാസ്വേഡ് അവർ ഫസ്റ്റ് നമ്മൾ ചോദിക്കും, നമ്മൾ ജസ്റ്റ് രജിസ്റ്റർ ആക്കി ഇടുക. അപ്പോൾ എന്താണ് നമ്മുടെ ആർ പിനെ നമ്മൾ കൊടുത്തത്, അതേ ആർ പിനെ നമ്മൾ അവിടെ ചെന്ന് രജിസ്റ്റർ ആയി കഴിയുമ്പോൾ നമുക്ക് മെസ്സേജ് വരും, ദിസ് അക്കൗണ്ട് ഈസ് നോട്ട് വൈറ്റ് ലിസ്റ്റഡ് എന്ന് വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് നമ്മൾ വന്നിട്ട് നമ്മുടെ അതേ പേര് നമ്മൾ IG നെയിംസി കൊണ്ടുവന്നിട്ട് ഇടണം. ഇപ്പോൾ വേണ്ടോ ഇവിടെ കുറേ ആൾക്കാർ പേരിട്ടുണ്ടോ, BH അബി, KS റിവോൾക്ക്, ഇവരെ പോലെ നമ്മുടെ പേര് നമ്മളവിടെ കൊണ്ടുവന്ന് ഇടണം. ഇപ്പോൾ എൻ്റെ പേര് യൂദാസിക്ക് എന്നാണ്. ഞാൻ അവിടെ കൊണ്ടിടുമ്പോൾ അഡ്മിൻസ് വരും, അത് നോക്കിയിട്ട് നമുക്ക് അപ്രൂവ് തരും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മളപ്പോൾ നേരെ വന്നിട്ട് സെർവറിലേക്ക് വരിക, റൈറ്റ് ക്ലിക്ക് വെക്കുക, സെർവർ സെലക്ട് ആക്കുക, റൈറ്റ് ക്ലിക്ക് വെക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് അന്നേരം സെർവറിലേക്ക് കയറി വരാൻ പറ്റും. അപ്പോൾ ഇതായിരിക്കും നമുക്ക് ഇങ്ങനെയായിരിക്കും ഓപ്പണായി വരുന്നത്. നമുക്കിപ്പോൾ വൈറ്റ് ലിസ്റ്റ് എല്ലാം കിട്ടി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും ഓപ്പണായി വരുന്നത്. നമ്മളിപ്പോൾ ഇതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ സെർവറിലേക്ക് വന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്ത നമ്മുടെ പാസ്വേഡ്, നമ്മളെപ്പോൾ നമ്മുടെ സെർവറിൽ കയറിയാലും നമ്മൾ എന്താണോ രജിസ്റ്റർ ചെയ്ത പാസ്വേഡ്, ആ പാസ്വേഡ് നമ്മളിവിടെ അടിച്ചു കൊടുക്കണം. അപ്പോൾ എൻ്റെ പാസ്വേഡ് ഞാനിപ്പോൾ അടിച്ചു കൊടുക്കണം ഇവിടെ ജസ്റ്റ്. അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സാമ്പിലേക്ക് എങ്ങനെ കയറാമെന്ന്, PC-യിൽ എങ്ങനെ സാമ്പ് കയറ്റാമെന്നുള്ളത് ഇതാണ്. വേറെ വലിയ പരിപാടിയൊന്നുമില്ല, ഇത് തന്നെ ഉള്ളൂ. ചെറിയൊരു ഫോർമാറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഇനി ഇത്രേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. RP റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ നമ്മൾ അറിയിച്ചാൽ മതി. നമ്മൾ അതിനനുസരിച്ചുള്ള വീഡിയോസ് നമ്മൾ ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ് വീഡിയോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ഡാസ്റ്റർ ഗെയിമിംഗ് സൈനിങ് ഓഫ്. ബൈ ബൈ.